എന്തുകൊണ്ടാണ് റോജറിനെ പൈററ്റ് കിങ് എന്ന് വിളിക്കുന്നത്? കാരണം റോജറാണ് ഇപ്പോൾ വൺ പീസ് കണ്ടുപിടിച്ചത്. സെബക്കിൻ്റെ ഏരയിൽ സെബക്ക് ഒരു സ്ട്രോങ് പൈററ്റ് ആയിരുന്നു. എന്നാൽ റോജറിന് മാത്രം എങ്ങനെയാണ് വൺ പീസിൻ്റെ കാര്യം മനസ്സിലായത്? സത്യം പറഞ്ഞാൽ റോജറിനും വൺ പീസിനെ കുറിച്ച് അറിയില്ലായിരുന്നു. സെബക്കിൻ്റെ ഏരയിൽ ട്രഷർ ഹണ്ട് ചെയ്യുന്ന ഒരു നോർമൽ പൈററ്റ് ആയിരുന്നു റോജർ. റോജറിൻ്റെ റൈവലായിരുന്നു സെബക്കും. സെബക്കിൻ്റെ മരണശേഷം റോജറിൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈവൻ വൈറ്റ് ബീഡ് തൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു പീസ്ഫുൾ ലൈഫ് ജീവിക്കുകയായിരുന്നു. റോജർ ഇഷ്ടപ്പെട്ട ആളാണെങ്കിലോ തൻ്റെ റൈറ്റ് ഹാൻഡ് മാനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റോജറിൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലായിരുന്നില്ല. അപ്പോഴാണ് റോജറിന് മനസ്സിലാകുന്നത് പോണിഗലിഫ് എന്ന സ്റ്റോൺസ് ഉണ്ടെന്ന്. അതിൽ വേറെ ഏതോ ലാംഗ്വേജിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന്. ആ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ റോജർ പരിശ്രമിച്ചു. റോജറിന് തോന്നി ഇതൊരു ഇടൻ ട്രഷറിലേക്ക് കൊണ്ടുപോകുമെന്ന്. റോജറിനാണെങ്കിൽ വളരെ സമയവും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ റോജർ ഇതൊരു ചാലഞ്ച് പോലെ ഏറ്റെടുത്തു. പിന്നീട് ഓടൻ്റെ സഹായത്തോടെ റോജർ വൺ പീസ് കണ്ടുപിടിച്ചു. അപ്പോഴാണ് റോജറിന് മനസ്സിലാകുന്നത് റോജർ കുറച്ച് നേരത്തെയാണ് ഇവിടെ എത്തിയതെന്ന്. പിന്നീട് റോജർ ചിരിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് പേര് നൽകി ലാഫ്ടെ.